ഒരു മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് 7 ജില്ലകളിൽ ഇന്ന് കൊട്ടിക്കലാശമാവുകയാണ്. വൈകിട്ട് 6 മണിക്ക് പരസ്യ പ്രചാരണം അവസാനിക്കും. റോഡ് ഷോകളും വാദ്യമേളങ്ങളുമായി കൊട്ടിക്കലാശം ആവേശമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. നാളെ നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാൾ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഒരു മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഇന്ന് 7 ജില്ലകളിൽ കൊട്ടിക്കലാശമാകുന്നത്. വൈകിട്ട് 6 മണിക്കായിരിക്കും പരസ്യപ്രചാരണം അവസാനിക്കുക. റോഡ് ഷോകളും വാദ്യമേളങ്ങളുമായി കൊട്ടിക്കലാശം ആവേശമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. ഇത്രയും ദിവസം പ്രചാരണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൊട്ടിക്കലാശം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. TG സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ഇന്ന് കൊട്ടിക്കലാശമാണ്, മുന്നണികൾ തയ്യാറെടുപ്പിലായിരിക്കുമല്ലേ? തീർച്ചയായും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതിനിർണായകമാവുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മറ്റന്നാൾ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് വരികയാണ്. ഇന്ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന രാഷ്ട്രീയം കടന്നു പോകുന്ന ഘട്ടങ്ങൾ, അതിൽ എല്ലാ അർത്ഥത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് സാധാരണ സെമി ഫൈനലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റേത് എന്നാണ് പറയാറ്. ഇത്തവണ അത് എല്ലാ അർത്ഥത്തിലും അത് തന്നെയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഈ ഡിസംബർ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലായിരിക്കും. ഒരു പക്ഷേ ഡിസംബറിൻ്റെ അവസാനങ്ങളിലോ ജനുവരിയുടെ ആദ്യമായിരിക്കും പുതിയ ഭരണസമിതികൾ ചുമതലയേൽക്കുകയും മറ്റു ചടങ്ങുകൾ നടക്കുകയും ചെയ്തു. അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറത്തു വരികയാണ്. ഇതോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം അതേപടി തന്നെ നിയമസഭയിലേക്കും പകരുന്നു എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തദ്ദേശ ഫലം അങ്ങേയറ്റം നിർണായകമാണ്. ആ ഒരു പ്രത്യേകത മുന്നണികളെല്ലാം ഏറ്റെടുത്തിരുന്നു. കോൺഗ്രസ് പതിവിന് വ്യത്യസ്തമായി ഇത്തവണ നേരത്തെ ഒരുങ്ങാൻ ശ്രമിച്ചു. ഇടതുമുന്നണി അവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഇത്തവണയും സജീവമാക്കി തന്നെ നിർത്തി. BJPയും നില മെച്ചപ്പെടുത്താനുള്ള വലിയ നീക്കങ്ങൾ നടത്തി. ഇങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ട രാഷ്ട്രീയ വിവാദങ്ങളുടെ എല്ലാം തുടർച്ച ഈ തദ്ദേശ ഫലത്തിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ. ഇടതുപക്ഷം വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയ ഇടങ്ങളിലെല്ലാം ഇനിയും ഇത്തവണയും അത് തുടരും. കാരണം ഏറ്റവും ഒടുവിലായി തുറപ്പുചീട്ടായി അവർ പുറത്തിറക്കിയ പെൻഷൻ വർധനവ് അടക്കമുള്ള നീക്കങ്ങൾ, ആ തീരുമാനങ്ങൾ ഇത്തവണ പ്രതിഫലിക്കുമെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തദ്ദേശത്തിൽ എന്തു പറയുമെന്ന മറ്റൊരു ചോദ്യമുണ്ട്. വലിയൊരു വിമർശനം ഇത്തവണ രാഷ്ട്രീയമായി ഉയർന്നത് ശബരിമല സ്വർണ്ണമോഷണ വിവാദങ്ങളൊക്കെയാണ്. ഇത് സർക്കാരിനെതിരെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ അവസാന ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം വിവാദം കടന്നു വന്നതോടുകൂടി ചിത്രം മറ്റൊന്നായോ എന്ന ആശങ്ക UDF കേന്ദ്രങ്ങൾക്കുമുണ്ട്. ഇങ്ങനെ മാറി മറിയുന്ന പ്രചരണ വിഷയങ്ങൾ, നമ്മൾ പതിവായി പറയാറുള്ള പോലെ മാറി മറിയുന്ന പ്രചരണ വിഷയങ്ങൾ കണ്ടു. പക്ഷേ ജനങ്ങളെ സ്വാധീനിച്ചിരിക്കുക ഏതൊക്കെ വിഷയങ്ങളാണ്? തദ്ദേശമാണ്, പ്രാദേശിക സർക്കാരുകളെ നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്കല്ലേ പ്രാമുഖ്യമെന്ന ചോദ്യമാണ്. പലപ്പോഴും വിഷയം മാറിപ്പോകുന്നു എന്ന പരാതി പോലും ഉയർന്നതാണ്. അനുശ്രീ, നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളെ പോലും പഴിചാരുന്ന ചിലരെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ അജണ്ടകളായത് എന്താ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേരളം തേടുന്നത്. ഇന്ന് കൊട്ടിക്കലാശത്തിൻ്റെ ദിവസമാണ്. രാവിലെ മുതൽ തന്നെ ആ പ്രചരണത്തിൻ്റെ ഒരു ആവേശം നമുക്ക് പ്രകടമാവും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോഡ് ഷോകളുമായി സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നും രാവിലെ മുതൽ ആ കാഴ്ചകളായിരിക്കും. റോഡ് ഷോകൾ ഉണ്ടാവും. അവസാനവട്ടം ഒന്നുകൂടി വോട്ടുറപ്പിക്കാനുള്ള തിരക്കുണ്ടാവും. വൈകിട്ടോടുകൂടി 6 മണി വരെയാണ് കൊട്ടിക്കലാശത്തിന് സമയം അനുവദിച്ചിരിക്കുന്നത്. അതായത് 6 മണിക്ക് ശേഷം പരസ്യ പ്രചരണം പാടില്ല. നാളെ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ പൂർണ്ണമായും കേരളം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു ദിവസം കൂടിയായി ഇന്നത്തെ ദിവസം മാറുകയാണ്. ഏറ്റവും ആവേശത്തേക്ക് ഇന്നത്തെ ഒരു പകൽ ദിനം ആവേശം അതിൻ്റെ കൊടുമ്പിരിയിലേക്ക് എത്തുമെന്ന പ്രത്യേകതയും കൂടിയുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളെ എങ്ങനെ ബാധിച്ചു എന്ന ഒരു വലിയ കാത്തിരിപ്പ് കൂടിയാണുള്ളത്. അതുകൊണ്ട് മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുന്ന ദിവസം കൂടിയായി മാറുന്നു എന്നതാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് നടക്കുന്നത്. അവശേഷിക്കുന്ന 7 ജില്ലകളിൽ 11-നാണ് വോട്ടെടുപ്പ് നടക്കുക. അതായത് ഒരു ദിവസത്തിന് ശേഷം. അപ്പോൾ ഇതിനുശേഷം 13-ന് ജനവിധി പറയുകയാണ്. അപ്പോൾ വോട്ടെണ്ണൽ നടക്കുകയാണ്. അപ്പോൾ ഈ തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇത്തവണ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു വാർഡ് കൂടുതൽ മാറിയാണ് വന്നിരിക്കുന്നത്. അത് സ്വാഭാവികമായും ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ മണ്ഡലത്തിൻ്റെ വാർഡുകളുടെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആദ്യഘട്ടങ്ങളിൽ ചില ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പിന്നീട് സുഗമമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട്
പോയി. എന്തായാലും മുന്നണികളുടെ പ്രതീക്ഷകൾക്കൊപ്പം ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, ജനങ്ങൾ എന്തൊക്കെ വിഷയങ്ങളാണ് ഏറ്റെടുത്തത്, മുന്നണികളുടെ അവകാശവാദങ്ങൾക്കൊപ്പം അവരെങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ വലിയ ചോദ്യങ്ങളുണ്ട്. രാഷ്ട്രീയപരമായി ഏറെ പ്രത്യേകതയുള്ള ഇടങ്ങളുണ്ട്. നമുക്ക് ചില തദ്ദേശ സ്ഥാപനങ്ങളെ കൂടി പരാമർശിച്ച് പോകാം. തിരുവനന്തപുരത്തേക്ക് നോക്കുക, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായിരിക്കും, കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഒരുപക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമാവുന്ന കേരളത്തിലെ പോരാട്ടങ്ങളിലൊന്ന്. കാരണം BJP ഇത്തവണ കോർപ്പറേഷൻ പിടിക്കുമെന്ന് അവരുടെ അവകാശവാദമുണ്ട്. ഇതിനെ തടയിടാൻ നേരത്തെ ഒരുങ്ങിയ കോൺഗ്രസിൻ്റെ തന്ത്രമുണ്ട്. കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമോ, അതല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്നത് പോലെ കോർപ്പറേഷനിൽ ഭൂരിപക്ഷം നേടുമോ എന്ന വലിയ ചോദ്യമുണ്ട്. അതിനുമപ്പുറം ഇടതുപക്ഷം തന്നെ ഇത്തവണയും തുടരുമോ തങ്ങളുടെ അധീശത്വം, കഴിഞ്ഞ 30 വർഷത്തിലധികമായി തുടരുന്ന അവരുടെ അധീശത്വം കോർപ്പറേഷൻ ഇത്തവണയും തുടരുമോ എന്ന വളരെ പ്രസക്തമായ ചോദ്യം തിരുവനന്തപുരത്ത് നിന്നും ഉയരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കൊച്ചി കോർപ്പറേഷനിലും ഒപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലുമൊക്കെ സമാനമായ രീതിയിലുള്ള മത്സരമാണ്. അവിടെ BJP ആണ് ശക്തി തെളിയിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുന്നത്. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ് പൊതുവിൽ മധ്യകേരളം എന്നതാണ് പറയപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും കണ്ടത് അങ്ങനെയല്ല. എറണാകുളം കോർപ്പറേഷനിലേക്ക് കോൺഗ്രസിന് തിരിച്ചു വരാൻ, UDFന് തിരിച്ചു വരാനുള്ള അവരുടെ വലിയ നീക്കങ്ങളുണ്ട്. അടുത്ത് പ്രതിഫലിക്കുമോ, തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും, അങ്ങനെ വലിയ ചോദ്യങ്ങളുണ്ട്. എന്തായാലും കേരളം കാത്തിരിക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പൊതുവായ പ്രകടനമാവുക ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്ത് ഫലങ്ങളിലായിരിക്കും. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തുകളിലും വലിയ അധീശത്വം, വലിയ മേധാവിത്വം LDFനും ഇടതുമുന്നണിക്കുണ്ടായിരുന്നു. ഇത്തവണ അതിലേക്ക് തിരികെ വരാൻ UDFന് എത്ര കണ്ട് കഴിയുമെന്നതാണ്. ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്ത് ഫലങ്ങളാവാം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ ദിശാസൂചികയായി മാറുക. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തുകളും പിടിച്ചെടുക്കാനുള്ള വലിയ ശാക്തിക ചേരി ബലമാണ് നടക്കുന്നത്. എന്തായാലും ഇന്ന് പകൽ ദിനം നമുക്ക് പ്രതീക്ഷിക്കാനാവുന്ന കാഴ്ചകൾ അനുശ്രീ വലിയ ആവേശ കാഴ്ചകളാണ്. സംസ്ഥാനത്ത് ഉടനീളം കൊട്ടിക്കലാശത്തിൻ്റെ വലിയ ആവേശ കാഴ്ചകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ഇന്ന് കൊട്ടിക്കലാശമാണ്. സജിത്ത് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കൊക്കെ ഇടയിൽ എന്തായിരിക്കും കേരളത്തിന്റെ ജനവിധി എന്ന കാത്തിരിപ്പിലാണ് എല്ലാവരും. ടിജി സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.